കുറച്ചധികം ദിവസമായില്ലേ ഓൺ വോയിസിലൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് തിരക്കായിരുന്നു. കുറച്ചെന്നല്ല, കുറച്ചധികം തിരക്കുകളുള്ള ദിവസങ്ങളായിരുന്നു. പിന്നെ കൂടുതൽ കേക്കുകളും നമ്മൾ ഡെലിവറി ചെയ്യേണ്ട കേക്കുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നിനും അങ്ങോട്ടും ടൈം കിട്ടാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ഇതൊരു 1 kg റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു. കസ്റ്റമർ നമ്മളോട് റെഫറൻസ് വന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ആൾ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്. ആൾ പറഞ്ഞ പോലെ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉണ്ടായിരുന്നത് ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു. ഇത് നമ്മൾ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ആ സമയം മുതൽ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്ന ഒരു കസ്റ്റമറാണ് കേട്ടോ. ഈ ആളെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കൊരു ഓർഡർ വന്നപ്പോൾ ആ ആൾ ഇങ്ങനെ ഒരാളുണ്ടോ എന്നറിയാൻ എൻ്റെ വീട് അന്വേഷിച്ച് വന്ന ഒരാളാണ് കേട്ടോ. രാവിലെ ഒരു ദിവസം ഇങ്ങനെ ഓർഡർ തലേന്ന് വിളിച്ച് പറഞ്ഞു. എന്നിട്ട് രാവിലെ ആൾ രാവിലെ 8 മണി 8:30 ആയപ്പോഴേക്കും ഒരാൾ വീട്ടിൽ കോളിംഗ് ബെല്ലടിക്കുന്നു. അപ്പോൾ നോക്കിയപ്പോഴേക്കും എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് ഇന്നലെ കേക്കിന് വിളിച്ചു പറഞ്ഞ ആളാ. അപ്പോൾ ഇങ്ങനെ ആളുണ്ടോ അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് സ്ഥിരമായിട്ട് ഓർഡർ വരുന്ന ഒരാളാണ് കേട്ടോ. ഇതൊരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഒരു 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ. ഇത് കസ്റ്റമർ റെഫറൻസ് അന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്തൊരു കേക്കായിരുന്നു. ലാവൻഡർ ഷെയ്ഡിൽ ഫിനിഷ് ചെയ്തിട്ട് ഒരു ഫോണ്ടൻറ്റിൽ വൈറ്റ് ഫ്ലവേഴ്സ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ ബാക്കിലൊരു ഉണ്ടക്കണ്ണം ഇരിക്കുന്നത് ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കൊണ്ട് തന്നതാണ്. അപ്പോൾ അതിന് ഞാൻ മേടിച്ച് അവിടെ വെച്ചിട്ട് ബാക്കി വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് തീർത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അങ്ങനെയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പം ആളുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എൻ്റെ കൊണ്ടുത്തരും. അങ്ങനെ റൈറ്റിങ്സൊക്കെ എഴുതി ഫോണ്ടിൻ്റെ ഫ്ലവേഴ്സൊക്കെ വെച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അന്ന് നമുക്ക് കൊടുക്കാനായിട്ട് ഒരു 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വേറെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 1 kg വാനില ഫ്ലേവറിലൊരു കേക്ക് ഉണ്ടായിരുന്നു. ഇത് കസ്റ്റമർ റെഫറൻസ് തന്നിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തൊരു കേക്കായിരുന്നു. ഇത് ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. താങ്ക്